ओके, ईश्वर चंद्र विद्यासागर। ओके, एक बार एक सज्जन शहर से गांव की ओर चले। ओके, एक बार एक सज्जन, सज्जन मीन्स अ पर्सन, an individual, ഒരാള്, a person, ഒരാള് എന്താണ് ഷെഹറിൽ നിന്ന്, സിറ്റിയിൽ നിന്ന് ഗാവിലേക്ക് പറഞ്ഞാൽ ഗ്രാമത്തിലേക്ക് വന്നു. उन्हें ईश्वर चंद्र विद्यासागर नाम का व्यक्ति से जाकर मिलना था. എന്താണ് അദ്ദേഹത്തിന് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറഞ്ഞ വ്യക്തിയെയായിരുന്നു കാണേണ്ടത്, അദ്ദേഹത്തിനെ പോയി കാണണമായിരുന്നു. गाड़ी जब गांव के पास के एक छोटे से स्टेशन पर रुकी तो वे सज्जन अपना सामान लेकर डिब्बे के दरवाजे पर खड़े होकर കൂലി കൂലി ചില്ലാനെ ലഗി. എന്താ പറയുന്നത്? ഗാഡി ജബ് ഗാവ് കെ പാസ് കെ ഏക് ഛോട്ടെ സെ സ്റ്റേഷൻ പർ റുക്കി തോ. എന്താണ് ഗാവ് കി ഗാഡി, അവ സ്റ്റേഷൻ, അദ്ദേഹം വരുന്നത് എങ്ങനെയാണ്? ട്രെയിനിലാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ ട്രെയിനിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഗാവിനടുത്തുള്ള ഒരു ചെറിയൊരു സ്റ്റേഷന്റെ അടുത്തേക്ക് വണ്ടി നിർത്തി, അതായിരിക്കും ട്രെയിൻ നിർത്തി. സജ്ജൻ അപ്പനെ സാമാൻ ലേക്കർ, സജ്ജൻ മീൻസ് ആ വ്യക്തി, ആ ഒരു പേഴ്സൺ, an individual, ആ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എടുത്ത്, ലേക്കർ ഡബ്ബെ എന്ന് പറയുന്നത് നമ്മുടെ കമ്പാർട്ട്മെന്റിനെയാണ്, ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിനെയാണ് ഡബ്ബ എന്ന് പറയുന്നത്. ഓക്കെ, अपन लेकर डब्बे के दरवाजे पर खड़े होकर, ട്രെയിനിന്റെ ഡബ്ബയുടെ, അതായത് കമ്പാർട്ട്മെന്റിന്റെ ആ വാതിൽ, ട്രെയിനിന്റെ വാതിൽക്കൽ നിന്നിട്ട് അദ്ദേഹം ഉച്ചത്തില് വിളിക്കാൻ തുടങ്ങി. എന്താണ് വിളിക്കാൻ തുടങ്ങി? എന്താണ്? കൂലി കൂലി ചില്ലാത്തിൽ, എന്താണ് ഉച്ചത്തിൽ അദ്ദേഹം വിളിച്ചുകൊണ്ടേയിരുന്നു. എന്താണ്? കൂലി കൂലി എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. उन्होंने इधर उधर देखा पूरा पर दूर दूर तक कोई കൂലി ना दिखाई दिया. എന്താണ്? അദ്ദേഹം उन्होंने इधर उधर, അദ്ദേഹം ഇധർ ഉദർ, ഇവിടെയും അവിടെയുമായിട്ട് നോക്കി, പക്ഷേ അദ്ദേഹത്തിന് അവിടെ ആരെയും കാണാൻ സാധിച്ചില്ല. ദൂരത്തേക്ക് എന്നാണ്, ദൂരത്തേക്ക് ഒരു മനുഷ്യക്കുഞ്ഞു പോലും കാണാൻ സാധിച്ചില്ല എന്നാണ് ദൂരത്തേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. കാണാൻ സാധിച്ചില്ല. ഇത്രേ മേ ഏക് വ്യക്തി തേസി സെ ഉൻകി ഓർ ആയ. എന്താണ്? ആ സമയം കൊണ്ട് ഒരാള് തേസി മീൻസ് ഫാസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ, ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട് കണ്ടു. ഉസ്നെ ജൽദി സെ സാഹബ് കാ സാമാൻ ഉഠാക്കർ കഹ. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ആ സാധനങ്ങൾ, സാമാൻ മീൻസ് ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ജൽദി ഉത്തരിയെ. ഉത്തരിയ മീൻസ് ഇറങ്ങൂ, ജൽദി വേഗം ഇറങ്ങൂ, ജൽദി ഉത്തരിയെ, വേഗം ഇറങ്ങൂ. ഹരി ഝണ്ഡി ഹോനേക്കോ ആയി. ഹരി ഝണ്ഡി മീൻസ് എന്താണ്? വാട്ട് ഈസ് ഹരി ഝണ്ഡി? മീൻസ് ഗ്രീൻ ഫ്ലാഗ് കാണിക്കൂല്ലേ? ട്രെയിനിലൊക്കെ, സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ ഗ്രീൻ ഫ്ലാഗ് കാണിക്കാറില്ലേ? ഗ്രീൻ ഫ്ലാഗ് കാണിക്കുമ്പോ എന്താ? ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യും. യെസ്, മൂവ് ആവാൻ തുടങ്ങും. ഗ്രീൻ കാണിക്കും. എന്താണ് പറയുന്നത്? വേഗം ഇറങ്ങും. എന്താണ്? ഗ്രീൻ സിഗ്നൽ ആകാനായി, വേഗം ഇറങ്ങും. ഇപ്പൊ കാണിക്കും, ഗ്രീൻ സിഗ്നൽ ഇപ്പോ കാണിക്കും. യഹാ ആപ്കോ കൂലി നഹി മിലേഗ. എന്താണ്? ഇവിടെ താങ്കൾക്ക് കൂലി ഇവിടെ കിട്ടില്ല. കൂലി മീൻസ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കൂലി? ഇസ് ഇറ്റ് ക്യാഷ് ആണോ കൂലി? ഇസ് ഇറ്റ് ക്യാഷ്? കൂലി, what do you mean by കൂലി? Porter. What is porter? Porter. കൂലി. What is the meaning of കൂലി? ഈ സാധനമൊക്കെ എടുക്കുന്ന ആള്. യെസ്, സാധനമൊക്കെ എടുക്കുന്ന ആള്. നോട്ട് ദി ക്യാഷ്. ഓക്കെ, നോട്ട് വേജസ്. സാധനമൊക്കെ സ്റ്റേഷനിലൊക്കെ കാണാല്ലേ, നമ്മുടെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ കൂലി വേണോ എന്ന് ചോദിച്ചു വരുന്നത് കണ്ടിട്ടില്ലേ? നമ്മുടെ നിങ്ങളുടെ സാധനങ്ങൾ എടുക്കാൻ ഞാൻ എടുത്തു തരാം, കൊണ്ട് ഡ്രോപ്പ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞേ, അങ്ങനെ ആൾക്കാരാ പോർട്ടേഴ്സിനെയാണ് കൂലി എന്ന് പറയുന്നത്. ഓക്കെ,
ജൽദി ആയി. ഓക്കെ, ഇസെ झंडा नहीं, यहाँ आपको കൂലി നഹി മിലേഗ. ഇവിടെ താങ്കൾക്ക് കൂലിയെ കാണാൻ സാധിക്കുന്നത് പോർട്ടറിനെ താങ്കൾക്ക് ഇവിടെ കിട്ടില്ല. സാഹബ് ഛട്ട്പട്ട് ഗാഡി സെ ഉത്തർ ഗയ. എന്താണ് അദ്ദേഹം ഛട്ട്പട്ട് എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങൂലേ നമ്മള്, എന്താണ് ട്രെയിനിൽ നിന്ന് അദ്ദേഹം ഇത് പറഞ്ഞതും ചാടി പിടിച്ച് അദ്ദേഹം ട്രെയിനിൽ നിന്ന് സ്റ്റേഷനിലേക്ക് ഇറങ്ങി. ഛട്ട്പട്ട് ഉത്തർ ഗയ മീൻസ് ഇറങ്ങി. ഉन्होंने उसी व्यक्ति से कहा. അദ്ദേഹം ആ വ്യക്തിയോട് തന്നെ പറഞ്ഞു, മുझे यहाँ किसी से मिलना है. എന്താണ് എനിക്ക് ഇവിടെ ആരെയോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, എനിക്ക് ഇവിടെ ആരെയോ കാണണമെന്ന് അദ്ദേഹം ആരോട് പറഞ്ഞു? ആ കൂലിയോട് പറഞ്ഞു, ആ സാധനം എടുത്ത ആളോട് പറഞ്ഞു. मिलना है. क्या तुम സാമാൻ ഉഠാക്കർ ലേ ചലേങ്കെ. എന്താണ് താങ്കൾ ഈ സാധനങ്ങളുമായിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി എന്റെ കൂടെ വരാമോ? അദ്ദേഹത്തിന്റെ കൂടെ സാധനങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എന്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുകയാണ് ഈ സജ്ജൻ. पूछा व्यक्ति से, साहब ने पूछा. ओके, यहाँ हाँ मैं यहाँ एक विशेष व्यक्ति से मिलने आया हूँ. സാഹാബ് നെ ഉത്തർ ദിയ. എന്താ താങ്കൾ? ഓക്കെ, സോറി, എനിക്ക് ലൈൻ മിസ്സായി. ഓക്കെ, ദേങ്കെ ഠീക്ക് ലേ ചലൂങ്ക. ശരി, ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ സാധനങ്ങളുമായിട്ട് ഞാനും കൂടെ വരാം. ലഗ്താ ഹൈ ആപ് യഹാ പഹലി ബാർ ആയേ ഹൈ. ലഗ്താ ഹൈ മീൻസ് എനിക്ക് തോന്നുന്നു താങ്കൾ ഇവിടെ ഫസ്റ്റ് ടൈമിലാണ് വരുന്നത്, ആദ്യത്തെ പ്രാവശ്യം ഫസ്റ്റ് ടൈമിലാണ് താങ്കൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉസ്നെ വ്യക്തിനെ സഹാബ് സെ പൂച്ച. എന്താണ്, അല്ലെങ്കിൽ താങ്കൾ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് എന്ന് ഈ വ്യക്തി, ഈ സജ്ജൻ ഷെഹറിൽ നിന്ന് വന്ന ഈ വ്യക്തി ആ കൂലിയോട് ചോദിക്കുകയാണ്. ആ കൂലി ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ ഇവിടെ ആദ്യമായിട്ടാണോ വന്നിരിക്കുന്നത്? അപ്പൊ ആ വ്യക്തി പറയാണ്, സജ്ജൻ എന്ന് പറഞ്ഞ ആ പർട്ടിക്കുലർ പേഴ്സൺ പറയാണ്, ഹാ അതെ, मैं यहाँ एक विशेष व्यक्ति से मिलने आया हूँ. സഹാബിനെ ഉത്തർ ദിയ. എന്താണ് സഹാബ് എന്ത് പറഞ്ഞു? സഹാബ് എന്ന് വെച്ചാൽ ആ ഇറങ്ങിയ ആ സർ എന്നാണ് സഹാബിന്റെ മീനിങ്, സർ. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്താന്ന് പറഞ്ഞത്? അതെ, ഞാൻ ഇവിടെ ഒരു വിശേഷ വ്യക്തി, അതായത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആളെ കാണാൻ വേണ്ടി, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. സഹാബിനെ ഉത്തർ ദിയ. ഓക്കെ, കിസ്സെ വ്യക്തിനെ പൂച്ച. ആരെ കാണാൻ വേണ്ടിയാണ്? കിസ്സെ ആരെ കാണാൻ വേണ്ടിയാണ് അദ്ദേഹം താങ്കൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ. കിസ്സെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ സെ. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സഹാബിനെ കഹ और उस व्यक्ति से पूछा क्या तुम उन्हें जानते हो. എന്താണ് സഹാബ് ഈ സാധനങ്ങൾ എടുത്ത വ്യക്തിയോട് ചോദിക്കുകയാണ്. ഈശ്വർ ആദ്യം പറഞ്ഞു, ആരെ കാണാന്ന് പറഞ്ഞേ? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം വന്നിരിക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? ക്യാ തും ഉन्हें जानते. താങ്കൾ അദ്ദേഹത്തെ അറിയുമോ? താങ്കൾ അല്ലെങ്കിൽ തനിക്ക് അദ്ദേഹത്തെ അറിയാമോ? ഹാ ജാൻതാ ഹു പാസ് മേ ഹി രഹത്തെ ഹെ. അതെ, എനിക്ക് അദ്ദേഹത്തെ അറിയാം, ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. പാസ് മേ ഹി രഹത്തെ എന്ന് പറഞ്ഞാല് ഞാൻ ജാൻതാ ഹു എനിക്കറിയാം, പാസ് മേ ഹി രഹത്തെ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ചലിയെ മേ ആപ്കാ സാമാൻ ഭി ലേ ചൽത്താ ഹു और आपको उनसे मिला भी दे दूंगा. എന്താണ് ചലിയെ മേ ആപ്കാ സാമാൻ ഭി ലിയേ ചൽത്താ ഹു. നമുക്ക് പോകാം, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് താങ്കളെ എത്തിക്കാം, താങ്കളുടെ സാധനങ്ങളും ഞാൻ എടുക്കാം, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ എത്തിക്കാം, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയും ഞാൻ തരാം എന്നാണ് ആ ഒരു വ്യക്തി ഈ സജ്ജൻ ഈ സാബിനോട് പറയാണ്. വ്യക്തിനെ കഹ और सामान उठाकर चल दिए. ഓക്കെ, വ്യക്തിനെ കഹ और सामान उठाकर चल दिए. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സാധനങ്ങൾ തലയെ ചുമന്നുകൊണ്ട് പോവുകയാണ് മറ്റേയാള്. ടീക്കെ, എന്നാ ശരി, ഫിർ ജൽദി ചലോ, എന്നാ പിന്നെ വേഗം നമുക്ക് മുന്നോട്ട് നീങ്ങാം, അല്ലെങ്കിൽ വേഗം പോകാം. സഹാബിനെ കഹ, അദ്ദേഹം പറഞ്ഞു. വह വ്യക്തി സാമാൻ ലേക്കർ ആകെ ആകെ ചല और शहरी बाबू पीछे पीछे. എന്താണ്
വഹ് വ്യക്തി ആ സാധനങ്ങൾ എടുത്ത ആ വ്യക്തി മുന്നിൽ നടന്നു. അദ്ദേഹത്തിന്റെ പുറകിലൂടെ ആര് നടന്നു? ഈ സജ്ജൻ, ഈ ഷെഹരി ബാബു. ഷെഹരി ബാബു എന്ന് പറയുന്നത് ഈ സിറ്റിയിൽ നിന്ന് വന്നവരെയാണ്, ദ സിറ്റി മാൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ സിറ്റിയിൽ നിന്ന് വന്നവരെയാണ് ഈ ഷെഹരി ബാബു എന്നൊക്കെ വിളിക്കുന്നത്. അത് നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാല് ഈ ഗാവുകളിൽ, അതായത് വില്ലേജേഴ്സിനെ അവർ വിളിക്കുന്ന വില്ലേജില് സിറ്റിയിൽ നിന്ന് വന്ന ആൾക്കാരെയൊക്കെ വിളിക്കുന്ന അങ്ങനെ ഷെഹരി ബാബു, അതായത് ഷെഹറിൽ താമസിക്കുന്ന ആൾക്കാര് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഓക്കെ ഓക്കെ. വ വ്യക്തി സാമാൻ ലേക്കർ ആകെ ആകെ ചലെ, ആ വ്യക്തി സാധനം എടുത്ത് മുന്നിൽ നടന്നു. ഓർ ഷെഹരി ബാബു പീछे പീछे, എന്താണ് ഷെഹരി ബാബു പുറകിലൂടെയും നടന്നു, അദ്ദേഹത്തിന്റെ പുറകെ നടന്നു. एक घर में पहुंचकर उस व्यक्ति ने सामान रखा और शहरी बाबू को एक कुर्सी पर बैठने को कहा. എന്താണ് एक घर में पहुंचा, അവരൊരു വീട്ടിലെത്തി. एक घर में पहुंचा എത്തിച്ചേരുക, അവരൊരു വീട്ടിൽ എത്തി. ഉസ് വ്യക്തിനെ സാമാൻ രഖ, ആ വ്യക്തി എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ താഴെ ഇറക്കി വെച്ചു. और ഷെഹരി ബാബുക്കോ एक കുർസി, എന്താണ് ഷെഹരി ബാബുവിന് എന്ത് കൊടുത്തു? ഒരു കുർസി. വാട്ട് ഈസ് കുർസി? കുർസി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കുർസി? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കുർസി? കുർസി മീൻസ് യെസ് ചെയർ. ഒരു ചെയർ അദ്ദേഹത്തിന് കൊടുത്തു. എന്താണ് ഒരു വീട്ടിൽ ചെന്നെത്തിയപ്പോ എന്താ സാധനങ്ങളൊക്കെ താഴെ വെച്ചു. ആ ഷെഹരി ബാബുവിന് ഇദ്ദേഹം ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയർ കൊടുക്കുക ഉണ്ടായി. ബേട്ടോ തമ്മേ जाऊंगा, बैठने को कहा. ओके, पर विद्यासागर जी, ओके, बैठ तो मैं जाऊंगा, पर വിദ്യാസാഗർ ജി, ഓക്കെ, താങ്കൾ ഇരിക്കൂ, താങ്കൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പോയിക്കോളാം, പക്ഷെ വിദ്യാസാഗർ ജി, ഓക്കെ, മേ ഹി വിദ്യാസാഗറോ, എന്നാലും താങ്കൾ ഇരിക്കൂ, അപ്പോഴേക്കും ഞാൻ പോകാം. പക്ഷെ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, ഞാൻ വിദ്യാസാഗറിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു താങ്കൾ ഇരിക്കും, ഞാൻ പോവുകയാണ്. അവ പറഞ്ഞു എന്ത് പറ്റി, ഞാൻ വിദ്യാസാഗറിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ എന്ന രീതിയിൽ വിദ്യാസാഗർ. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഞാനാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന വിദ്യാസാഗർ, ഞാനാണ്. മേ ഹി വിദ്യാസാഗർ ഹു. കഹിയെ ക്യാ കാം ഹെ? വ വ്യക്തി മുസ്കുരായ. പറയൂ, എന്താണ് കാര്യം, എന്ത് കാര്യമാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്താ കാര്യം, എന്നോട് പറയൂ എന്ന് മുസ്കുരാത്ത, എന്താണ് ചെറിയ പുഞ്ചിരിയോടെ അദ്ദേഹം ആ ഷെഹരി ബാബുവിനോട് ചോദിച്ചു. ആ താങ്കളോ? വ വ്യക്തി ഹഡ്ബഡാക്കർ ഉഠ് ഗയ, എന്താണ് ഒരു റെസ്പെക്റ്റും ഒരു പേടി എന്ന രീതിയിൽ അദ്ദേഹം പെട്ടെന്ന് എണീറ്റു. താങ്കളോ? ഉഠ ഓർ വിദ്യാസാഗർ സെ ചരണോമേ ഗിർപട, എന്നാണ് പെട്ടെന്ന് എണീറ്റ് വിദ്യാസാഗറിന്റെ ചരണോമേ എന്ന് പറഞ്ഞാല് വിദ്യാസാഗറിന്റെ കാലിലേക്ക് വീണു എന്നാണ് പറയുന്നത്. ചരണോമേ കാലിലേക്ക് വീണു. ചരണോമേ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ടും നമ്മുടെ ആ ഒരു ഇതില് പറയുന്നതാണ് ചരണോമേ ഗിർപട. ബോത്തി ശർമിദ ഹോക്കർ പോലെ, ഷർമിന്ദ ഹോക്കർ പോലെ, എന്താണ് ബോഹത്തി ഷർമിന്ദ, അദ്ദേഹത്തിന് എന്തോ ഒരു നാണക്കേട് പോലെ ആയി. അത് ഇദ്ദേഹത്തെ കൊണ്ടാണോ ഞാൻ എന്റെ വെയിറ്റ് എടുപ്പിച്ചത്, അല്ലെങ്കിൽ എന്റെ സാധനങ്ങള് എടുപ്പിച്ചത്, അത് എന്തോ ഒരു ഷർമിന്ദ എന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേട് പോലെ ആയിട്ട് അദ്ദേഹം പറഞ്ഞു. മേരാ നാം മൻമോഹൻ ഹെ, എന്റെ പേര് മൻമോഹൻ എന്നാണ്. മേ തോ ആപ്കെ ഹി ദർശൻ കർനെ യഹാ ആയാ താ, ഞാൻ എന്താണ് എന്റെ പേര് കാലിൽ വീണിട്ട് പറഞ്ഞു, എന്റെ പേര് മൻമോഹൻ എന്നാണ്, താങ്കളെ ദർശിക്കാൻ വേണ്ടി അല്ലെങ്കിൽ താങ്കളെ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഉഠിയെ, എഴുന്നേൽക്കൂ. വിദ്യാസാഗറിനെ ഉन्हें उठाया और കുർസി पर बिठा दिया. എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഉഠിയെ, രാവിലെ നമ്മൾ ടെൻസിൽ പഠിച്ചിരുന്നു അല്ലെ, ഉഠിയെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഉഠിയെ എന്താ, ഉഠിയെ വിദ്യാസാഗർ എടുത്ത് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചിട്ട് എവിടെ എത്തി? കുർസി ചെയറിലേക്ക് ഇരുത്തിച്ചു. ശ്രീമാൻ മീൻസ് മിസ്റ്റർ. What is the meaning of ശ്രീമാൻ? മിസ്റ്റർ.
मैं आपको मैं आपके सामने कुर्सी पर कैसे बैठ सकता हूँ ഞാൻ മിസ്റ്റർ അല്ലെങ്കിൽ എന്താ ശ്രീമാൻ മിസ്റ്റർ ഞാൻ താങ്കളുടെ മുന്നിൽ എങ്ങനെയാണ് കുരിശിൽ അതായത് ചെയറിൽ ഞാൻ എങ്ങനെ ഇരിക്കും എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നുള്ള രീതിയിലാണ് താങ്കൾ ഇവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ താങ്കളുടെ മുന്നിൽ ഞാൻ എങ്ങനെ ചെയറിൽ ഇരിക്കും ഓക്കെ ആ ബേട്ടിയെ और मुझे क्षमा कीजिए താങ്കൾ ഇരിക്കൂ താങ്കൾ ഇരിക്കേണ്ട എനിക്ക് എന്നോട് ക്ഷമിക്കൂ അല്ലെങ്കിൽ എന്താണ് എനിക്ക് മാപ്പ് നൽകിയാലും താങ്കൾ ഇരിക്കൂ എനിക്ക് മാപ്പ് നൽകിയാലും मैं तो आपके दर्शन करके ही ധന്യ ഹോ ഗയ എന്താണ് ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോഴേ എന്താണ് എന്റെ ജീവിതം ധന്യമായി എന്റെ ജീവിതം ധന്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് ധന്യ ഹോ ഗയ ഷെഹരി ബാബുനെ കുർസി സെ ഉഠ്തേ ഹുए കഹ എന്താണ് ഷെഹരി ബാബു ചെയറിൽ നിന്ന് എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞു ശരി ഓക്കെ क्या आप ऐसा समझते हैं विद्यासागर ने कहा अब വിദ്യാസാഗർ ഷെഹരി ബാബുവിനോട് പറഞ്ഞു എന്താ താങ്കൾ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ഹാ ശ്രീമാൻ യെസ് മിസ്റ്റർ എന്ന് പറയുമ്പോൾ ശ്രീമാൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ശ്രീമാൻ മിസ്റ്റർ നമ്മൾ മിസ്റ്റർ എന്ന് ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ മിസ്റ്റർ ചേർത്തിട്ടാണ് ഒരാളെ വിളിക്കുന്നത് ടു റെസ്പോണ്ട് വി ആർ ഷോയിങ് അവർ റെസ്പെക്ട് ടുവാർഡ്സ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഓക്കെ നമ്മൾ ഒരു കാര്യത്തോട് മിസ്റ്റർ മിസ്സിസ് മിസ് എന്നൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ അവരോട് കാണിക്കുന്ന റെസ്പെക്ട് ആണ് ഉള്ളത് ഓക്കെ ഓക്കെ ഹാ ശ്രീമാൻ താങ്കൾ എന്നെ അതുപോലെയാണ് മനസ്സിലാക്കിയും താങ്കൾ അല്ലെങ്കിൽ അതുപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നെ എന്ന് വിദ്യാസാഗർ ചോദിക്കുകയുണ്ടായി അല്ലെങ്കിൽ പറയുണ്ടായി അപ്പൊ ശ്രീമാൻ ഇദ്ദേഹം ഈ വ്യക്തി പറയാണ് ഷെഹരി ബാബു പറയാണ് എന്താണ് മൻമോഹൻ അദ്ദേഹം പറയാണ് ഹാ ശ്രീമാൻ അതെ ശ്രീമാൻ ഹാ വഹ് വ്യക്തി ഹാത്ത് ജോഡിക്കർ ബോല എന്താണ് ആ വ്യക്തി കൈകൂപ്പി പറഞ്ഞാണ് അതെ ശ്രീമാൻ അല്ലെങ്കിൽ യെസ് മിസ്റ്റർ എന്ന രീതിയിൽ കൈകൂപ്പിയിട്ട് പറയാണ് ഹാ ശ്രീമാൻ ക്യാ മേരെ ഏക് ബാത് മാനിങ്കെ എന്താ താങ്കൾ എന്റെ ഒരു കാര്യം മാനിങ്കെ മീൻസ് അനുസരിക്കുമോ മാനിങ്കെ എന്ന് വെച്ചാല് അനുസരിക്കുമോ എന്നാണ് താങ്കൾ എന്റെ ഒരു കാര്യം ഞാൻ പറയുന്ന ഒരു കാര്യം താങ്കൾ അനുസരിക്കുമോ ഈശ്വർ ചന്ദ്രനെ ഷെഹരി ബാബു സെ പൂച്ച ഷെഹരി ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ഷെഹരി ബാബുവിനോട് ചോദിച്ചു എന്താണ് താങ്കൾ ഞാൻ പറയുന്ന ഒരു കാര്യം താങ്കൾ അനുസരിക്കുമോ അവശ്യ സാഹാബിനെ കഹ സാഹാബ് ഷെഹരി ബാബു എന്ന് പറഞ്ഞു അവശ്യ ബിൽക്കുൾ എന്താണ് ഡെഫിനറ്റ്ലി ഐ വിൽ ഡു ഇറ്റ് എന്നാണ് താങ്കൾ പറയുന്നത് അതുപോലെ ഞാൻ അനുസരിക്കും ഡെഫിനറ്റ്ലി ഷുവർ എന്നൊക്കെയാണ് അവശ്യ എന്നൊക്കെ പറയുന്നത് ഓക്കെ तो आज से यह सीख ले कि अपने काम स्वयं ही करना चाहिए ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ പോലെ എന്താണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ പറഞ്ഞു तो आज से ഇന്ന് തൊട്ട് യഹ് സീഖ് ലേ ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കുക ഈ ആപ്നെ അപ്നെ കാം സ്വയം ഹി കർണാ ചാഹി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വന്തം തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ഷെഹരി ബാബു എന്നോട് പറയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം ഇവിടെ എന്താ അദ്ദേഹം ചെയ്യാതിരുന്നത് അദ്ദേഹത്തിന്റെ സാധനങ്ങൾ മറ്റൊരാളെ എടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ് ചെയ്തത് അല്ലെ അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം എന്നാണ് വിദ്യാസാഗർ മൻമോഹൻ അതായത് ഷെഹരി ബാബുവിനോട് പറയുന്നത് ഓക്കെ അപ്പൊ അത് പറയാണ് मैं प्रतिज्ञा करता हूँ कि आज से अपना काम स्वयं ही करूंगा ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു उस व्यक्ति ने विनम्र भाव में कहा ये ഓക്കെ എന്താണ് വളരെ താഴ്മയോടെ വളരെ സ്നേഹത്തോടെയും താഴ്മയോടെയും ആ വ്യക്തി ഈശ്വർ ചന്ദ്രനോട് പറഞ്ഞു എന്താണേലും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ സത്യം ചെയ്യുകയാണ് എന്റെ കാര്യങ്ങൾ ഇനി ഞാൻ തന്നെ ചെയ്യും അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന്
ഈശ്വർചന്ദ്ര വിദ്യാസാഗറിനോട് ആര് പറഞ്ഞു? ഷെഹരി ബാബു പറഞ്ഞു. यह सुनकर ईश्वर ചന്ദ്ര മുസ്കുരാനെ ലഗെ. എന്താണ് ഇത് കേട്ടതും ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്ത് ചെയ്തു? പുഞ്ചിരിച്ചുകൊണ്ടേ ഇരുന്നു. ഡു യു അണ്ടർസ്റ്റാൻഡ്? This is the moral of the story. What is the moral of the story? You should do your work by yourself. Right? We should do our work by ourselves. എൻ്റെ ഏത് കാര്യവും ഞാൻ തന്നെ ചെയ്തു തീർക്കേണ്ടത്. അതായത് ഹോംവർക്ക് ചെയ്യാൻ അമ്മയോടോ ചേച്ചിയോടോ അനിയനോടല്ല പറയേണ്ടത്. ഓരോ ഹോംവർക്ക് ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലേ? ആണോ? നിങ്ങൾ അങ്ങനല്ലല്ലോ. നിങ്ങൾ അങ്ങനെയാണോ? അല്ല അല്ലേ? നിങ്ങൾ നല്ല കുട്ടികളാണ്, എനിക്കറിയാം. നിങ്ങൾ ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളല്ലേ. യു ഡു യുവർ വർക്ക് ബൈ യുവർ സെൽഫ്. അല്ലേ? നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യും. Is it clear for you? A very small chapter with a grateful meaning. Yes, sir. Yes. Okay. Okay. നിങ്ങൾക്ക് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു അല്ലേ, എക്സാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ വരെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാകുക. ഓഗസ്റ്റിലേക്കായിരിക്കും. ഓഗസ്റ്റ് 3-ന്. ഓഗസ്റ്റ് 3-ലേക്ക്. ഓക്കെ, അപ്പോ അതിന്റെ നെക്സ്റ്റ് സാറ്റർഡേ ആയിരിക്കും, ആ വരുന്ന സാറ്റർഡേ ആയിരിക്കും ചിലപ്പോ നമ്മുടെ എക്സാം. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സാറ്റർഡേ ആയിരിക്കും ചിലപ്പോ നമ്മുടെ എക്സാം. നിജാത്ത്, ഞാൻ ടെക്സ്റ്റ് ചെയ്തത് കണ്ടില്ല, കേൾക്കുന്നുണ്ടായിരുന്നില്ല അല്ലെ? ഐ എം സോറി. Okay, this is your chapter, and here we have some works to be done. Shall we go to that work? Shall we go to the exercises? The exercise like നമുക്ക് പോയാലോ? Yes. Okay, നമുക്ക് ഇവിടെ second question നോക്കിയേ. किसने कहा, किससे कहा? Who said to whom? Okay, हाँ मैं यहाँ एक विशेष व्यक्ति से मिलने आया हूँ. അതെ, ഞാൻ ഇവിടെ ഒരു വിശേഷ വ്യക്തിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. Who said to whom? ആരാ പറഞ്ഞേ? വിദ്യാസാഗറിനോട് ആര് പറഞ്ഞു? Gentleman. Yes, that what is that gentleman? Sajjan. Yes, Sajjan. Second one, तो आज से यह सीख ले कि अपना कार्य स्वयं ही करना चाहिए. Who said? Vidyasagar. Yes. To that person. Yes, to that person. Yes, sir. Okay, third one, मैं प्रतिज्ञा करता हूँ कि आज से अपना काम स्वयं करूँगा. Who said? Sajjan. Yes, Sajjan to Vidyasagar. Sajjan to Vidyasagar. Okay, go through those filling the blanks. Papa. Yes. Yes. What? This is. എന്താ ചോദിച്ചേ? ഞാനൊന്നും ചോദിച്ചില്ല, ഞാൻ നോയ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതെ, ഓക്കെ, അതാ ഞാൻ മ്യൂട്ട് ചെയ്തത്. ഭയങ്കര ന്യൂസായി.
ओके ओके, रिक्त स्थान पर पूर्ति कीजिए, then filling the blanks. What is ठीक है? ले चलूंगा, लगता है कि आप यहाँ डैश बार आए हैं, डैश बार आए हैं. What is it? पहली बार Yes. आए हैं. Yes, पहली बार आए हैं. पहली पहली. Okay. Then next one. എഴുതിയോ നിങ്ങള്? पहली. Next one. मैं ही dash हूँ. मैं ही dash हूँ. विद्यासागर. कहिए क्या काम है? Yes. विद्यासागर. विद्यासागर. എന്താണ് full name? What is the full name? ईश्वर चंद्र विद्यासागर. Okay. Okay, मैं ही विद्यासागर हूँ. कहिए क्या काम है? थर्ड वन. मैं डैश करता हूँ कि आज से अपना काम डैश ही करूंगा. मैं डैश करता हूँ. मैं क्या करता हूँ? काम खुद ही करूंगा. क्या? मैं अपना काम खुद ही करता हूँ. मैं डैश करता हूँ. मैं काम अपना आना. मैं प्रतिज्ञा. अपना काम खुद ही करूंगा. मैं प्रतिज्ञा करता हूँ. മിസ്സേ മോളിലുണ്ട് മിസ്സേ. യെസ്, മേലുണ്ട് അല്ലേ? യാ, പ്രതിജ്ഞ करता हूँ कि आज से अपना काम स्वयं करूंगा. മിസ്സേ രണ്ടാമത്തെ വേർഡ് ഉണ്ടോ മിസ്സേ? രണ്ടാമത്തത് വിദ്യാസാഗർ. അതല്ല, ലാസ്റ്റ് സെന്റൻസിലെ രണ്ടാമത്തെ വേർഡ്. സ്വയം. 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 Okay. The next it is fifth one. Fifth one. वह व्यक्ति हड़बड़ाकर उठा और विद्यासागर के चरणों में गिर पड़ा. Oh, I said it. രണ്ട് വേർഡ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു. രണ്ട് സെന്റൻസുകളാണ്, അതെങ്ങനെ യോജിപ്പിക്കാമെന്നത്. Okay, do you remember? Yes. അപ്പൊ എങ്ങനെയാണ്? वह व्यक्ति हड़बड़ाकर उठा और विद्यासागर के चरणों में गिर पड़ा. അപ്പൊ അത് നിങ്ങൾ ചെയ്യുമല്ലോ അല്ലെ? അപ്പൊ നമുക്കിനി മിസ്സേ എന്താ? ഫിഫ്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് തന്നെയാണ്. ഏത് മിസ്സേ? ഫിഫ്ത് ക്വസ്റ്റ്യൻ. ജോയിൻ ചെയ്യുന്ന സെന്റൻസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓർ കൂട്ടിയിട്ട് വേർഡ് കൊടുത്തിട്ടില്ലല്ലോ മിസ്സേ. വേർഡ്സ് കൊടുത്തില്ല. അപ്പൊ മേളിൽ കണ്ടോ? ജോയിൻ സെന്റൻസസ് യൂസിങ് ഓർ. और लगाकर वाक्य जोड़िए. അപ്പൊ നമുക്ക് 5 മിനിറ്റ് കൂടെ ഉണ്ട്. വേഗം നമുക്ക് ഈ 6th ഇതും കൂടെ തീർക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യില്ലേ? ഇറ്റ്സ് സെയിം ആസ് അതുപോലെ തന്നെയാണ്. ഫുൾ സ്റ്റോപ്പ് മാറ്റി നമ്മൾ ഓർ ചേർത്ത് ചെയ്യുന്നതേ ഉള്ളൂ. അത് ഡിസ്കസ് ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ. അത് നിങ്ങൾ ഓർ ചേർത്ത് എഴുതുന്നതേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, मैं आपका सामान लिए आपका सामान लिए चलता हूँ और आपको उससे मिला भी देता हूँ. എന്താണ്? मैं आपका सामान लिए चलता हूँ और आपका
आपको उनसे मिला भी देता हूँ. ओके ओके. हरी झंडी हो गई है और हरी झंडी हो गई है और गाड़ी चलने ही वाली है. ओके, क्लियर? ക്ലിയർ ഫോർ യു? നത്തിങ്. നമ്മൾ ആ ഓർ അവിടെ ഒരുമിച്ച് ചേർത്ത് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഹു ഈസ് going on the train now? Who is traveling in the train now? ആരെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? Okay. Okay. Use punctuation mark in the sentences given below. Okay. First one. एक बार एक सज्जन शहर से गांव की ओर चले. What is which punctuation mark? എന്താ punctuation mark? എന്താ punctuation mark എന്ന് പറഞ്ഞാല്? Full stop, question mark, exclamation mark. What is exclamation mark? ഒരു വര ഇട്ടിട്ട് അതിന്റെ അടി കുത്ത്. Oh my god. Oh god. Yes, surprised. I think shocked. Oh god. ഒക്കെ പറയുന്നതാണ് exclamation mark. Okay, നമുക്ക് നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. एक बार एक सज्जन शहर से गांव की ओर चला. What kind of punctuation mark? Full stop. Point. Yes. Comma. Full stop. Full stop. കോമയോ? Sorry മിസ്സേ, തെടുക്കത്തി പറഞ്ഞതാ. Full stop. Okay. Next one. क्या तुम सामान उठाकर ले चलेंगे? क्या तुम what is there? Full stop. Full stop. Question mark. Question mark. Yes. क्या तुम सामान उठाकर ले चलेंगे? Question mark. വരുമോ? ഇതൊക്കെ ഉണ്ടാവും കേട്ടോ എക്സാമിന് ഇങ്ങനെയുള്ള. ഓക്കെ. मैं यहाँ एक विशेष व्यक्ति से मिलने आया हूँ. Which punctuation mark? Full stop. Full stop. Yes, full stop. क्या तुम उसे जानते हो? Question mark. Question mark. Yes. क्या तुम उसे जानते हो? Yes. ആശ്ചര്യചിഹ്നമാണ് വേണ്ടത്. എക്സ്ക്ലമേഷൻ മാർക്കാണ് അവിടെ വേണ്ടത്. അദ്ദേഹത്തെ അറിയുമോ എന്നുള്ളതല്ലേ. And the next one. अरे आप यहाँ कब आए? താങ്കൾ ഇവിടെ എപ്പോൾ വന്നു? Question mark. That is also a surprising or shocking one. താങ്കൾ ഇവിടെ എപ്പോ എത്തി? അല്ലേ? എപ്പോ എത്തി എന്നുള്ളത് ഷോക്കോടെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. छे वह अपना सामान भी नहीं उठा सकता. എന്താണ് छे वह अपना सामान भी नहीं उठा सकता. छे അദ്ദേഹം അവരുടെ സാധനങ്ങൾ പോലും എടുക്കാൻ പറ്റില്ല. which punctuation mark? No. Exclamation mark. എന്താണ് ഛേ? എവിടെയാ ഛേന്ന് വേണ്ടേ? എവിടെയാ വേണ്ടേ? എവിടെയാ മാർക്ക് വേണ്ടേ? രണ്ട് പങ്ക്ച്വേഷൻസ് ഉണ്ട് അവിടെ. എവിടൊക്കെയാ? ഒരു എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ട്, ഒരു ഫുൾ സ്റ്റോപ്പും ഉണ്ട്. യെസ്, ഛേ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു എക്സ്പ്ലനേഷൻ മാർക്കും സെന്റൻസ് അവസാനിക്കുന്നിടത്ത് ഒരു ഫുൾ സ്റ്റോപ്പും. യെസ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ കിട്ടുമോ എന്നൊക്കെ നോക്കുക. എക്സ്പ്ലനേഷൻ മാർക്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കുക, ഓരോ പങ്ക്ച്വേഷൻസ് മാർക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാകും. ഓക്കെ, ബാക്കി ഞാൻ നോട്ട് നിങ്ങൾക്ക് തരാം.
Okay. Any doubts based on these chapters? Any questions?